ക്ലബ് വേൾഡ് കപ്പ് നമ്മൾ പറഞ്ഞ പോലെ ആ ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റൗണ്ട് ഓഫ് 16 തുടങ്ങാൻ പോകുന്നു. ലാസ്റ്റ് 8ലേക്ക് ആരൊക്കെ എത്തും? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 16 തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ റൗണ്ട് ഓഫ് 16നെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ, റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ടീമുകൾ എന്ന് പറയുന്നത് ബ്രസീലിലെ 4 ടീമുകളും ഉണ്ടായിരുന്ന 4 ടീമുകളും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വാളിഫൈ ചെയ്ത ടീമുകൾ ഇതൊക്കെയാണ്: പാൽമറാസ്, ബോട്ടഫോഗോ, ബെൻഫിക്ക, ചെൽസി, ഇന്റർ മിലാൻ, ഫ്ലിമിനൻസ്, മാഞ്ചസ്റ്റർ സിറ്റി, അൽ ഹിലാൽ, PSG, ഇന്റർ മിയാമി, ഫ്ലമിംഗോ, ബയൺ മ്യൂണിച്ച്, ബറൂസിയ ഡോർട്ട്മണ്ട്, മോണ്ടറി, റയൽ മാഡ്രിഡ് ആൻഡ് യുവന്റസ്. അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് ഓഫ് 16 ആണ്. അപ്പോൾ റൗണ്ട് ഓഫ് 16ൽ നമ്മൾ മാച്ചുകൾ എടുത്തിട്ട് അതിൽ ആര് ജയിക്കും, അതായത് റൗണ്ട് ഓഫ് 8ലേക്ക്, അതായത് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ആരൊക്കെ പോകും, നമ്മുടെ കുറച്ച് പ്രഡിക്ഷൻസ് ജസ്റ്റ് പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ, റൗണ്ട് ഓഫ് 16ലെ ആദ്യ മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ, റൗണ്ട് ഓഫ് 16ൽ ഇപ്പോൾ മത്സരങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കിയാൽ പാൽമറാസ് വേഴ്സസ് ബോട്ടഫോഗോ, അതൊരു ചതിയായി പോയി. കാരണം 2 ബ്രസീലിയൻ ടീമുകൾ തമ്മിൽ ആദ്യം തന്നെ റൗണ്ട് ഓഫ് 16ൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ ഇതിൽ ആര് ജയിക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ഡൗട്ടേറിയ കാര്യമാണ്. എന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരുടെ രണ്ടുപേരുടെയും മത്സരങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ, ഇപ്പോൾ പാൽമറാസ് ടേബിളിൽ 1ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ അവരുടെ സീരിയയിലെ അവരുടെ സ്ഥാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ 4ാം സ്ഥാനത്തുണ്ട്. ഒരു 11 മാച്ചിൽ നിന്ന് 7 വിന്നും 22 പോയിന്റുമായിട്ടാണ് അവർ 4ാം സ്ഥാനത്തുള്ളത്. എന്നാൽ ബോട്ടഫോഗോയുടെ ക്ലബ് വേൾഡ് കപ്പിലെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ് ബോട്ടഫോഗോ ഉള്ളത്. എന്നാൽ സീരിയയിൽ അവർ 12 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 20 പോയിന്റുമായിട്ട് അവർ 8ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കണം, നമുക്ക് ക്ലബ് വേൾഡ് കപ്പിന്റെ പെർഫോമൻസ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാൽമറാസിന്റെ ടേബിൾ അത്ര ഒരു ടഫ് ടേബിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്റർ മിയാമി, FC പോർട്ടോ, അങ്ങനെ ഒരു ഒരു ടേബിൾ ആയിരുന്നു അവരുടേത്. പക്ഷെ നമ്മൾ ബോട്ടഫോഗോയുടെ ഒരു ടേബിൾ എടുത്ത് നോക്കിയാൽ PSG ഉണ്ടായിരുന്നതിൽ PSG അവർ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അത് ബോട്ടഫോഗോന് മുൻതൂക്കം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ FC പോർട്ടോ ആയിട്ട് പാൽമറാസ് 0-0 എന്ന ടൈയാണ് പിടിച്ചത്. എന്നാൽ അൽ അഹിലുമായിട്ട് 2-0 വിജയിച്ചെങ്കിലും ഇന്റർ മിയാമിയായിട്ട് 2-2 എന്ന ഒരു ഡ്രോ ആണ് പാൽമറാസിന് വഴങ്ങേണ്ടി വന്നത്. എന്നാൽ ബോട്ടഫോഗോ ആട്ടെ PSG പരാജയപ്പെടുത്തി, 1-0 PSG പരാജയപ്പെടുത്തി. അത് യൂറോപ്പിലെ ചാമ്പ്യന്മാരെ, അതായത് സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻസ് പരാജയപ്പെടുത്തി. അതേപോലെ ബോട്ടഫോഗോ പരാജയപ്പെട്ടത് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ്. അപ്പൊ അത് ഒരു 1-0 എന്ന പരാജയമാണ്. അത് നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അപ്പോൾ അതിനെ വലിയൊരു പരാജയമായിട്ട് കാണണ്ട, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പരാജയമായിട്ട് അതിനെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുൻതൂക്കം ബോട്ടഫോഗോയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ബോട്ടഫോഗോ ക്വാളിഫൈ ചെയ്യും. റൗണ്ട് ഓഫ് 8ലേക്ക് ബോട്ടഫോഗോ പാൽമറാസിനെ പരാജയപ്പെടുത്തി എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നമ്മൾ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ബെൻഫിക്ക വേഴ്സസ് ചെൽസി. ബെൻഫിക്ക ടേബിളിൽ ടോപ്പിലാണുള്ളത്, ചെൽസി 2ാം സ്ഥാനത്താണുള്ളത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു മത്സരത്തിന്റെ രീതിയിലേക്ക് വരുമ്പോൾ ചെൽസി തന്നെ വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നു. ചെൽസി ക്വാളിഫൈ ചെയ്യും. അടുത്ത മത്സരം വരുന്നത് ഇന്റർ മിലാൻ വേഴ്സസ് ഫ്ലിമിനൻസ്. അപ്പോൾ ഇതിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫ്ലിമിനൻസ് ജയിക്കുമെന്ന് പറയും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്റർ മിലാനെ ഞാൻ വില കുറച്ച് കാണുകയൊന്നുമല്ല. പക്ഷേ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് ക്ലബ് വേൾഡ് കപ്പിൽ ഒരു പ്രത്യേക റോൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതാണ് ഫ്ലിമിനൻസ് തന്നെ വിജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അപ്പോൾ ഫ്ലിമിനൻസിനെയാണ് ഞാൻ അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇന്റർ മിലാന്റെ ടേബിൾ അത്ര വലിയൊരു ആ ഒരു ഗ്രൂപ്പ് അത്ര വലിയ ടഫ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ നമുക്ക് ഫ്ലിമിനൻസിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലിമിനൻസ് 2ാം സ്ഥാനത്ത് ടേബിളിൽ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഫ്ലിമിനൻസിനെ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അടുത്തത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അൽ ഹിലാൽ, അതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും സിറ്റി ജയിക്കും എന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നു അൽ ഹിലാൽ വിജയിക്കും. അൽ ഹിലാൽ തന്നെ വിജയിക്കും. അതെന്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അൽ ഹിലാൽ ക്ലബ് വേൾഡ് കപ്പ് നേടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം ഏഷ്യയിൽ നിന്നൊരു ക്ലബ്ബ്, ഇതൊരു അഭിമാന നിമിഷമാണ്. ക്ലബ് വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവര് മാക്സിമം ജയിക്കട്ടെ, അവർക്ക് എത്താൻ പറ്റുന്ന അത്രയും അവർ എത്തട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡിനെ പോലെ ഒരു ടീമിനെ പിടിച്ചു കെട്ടാൻ അൽ ഹിലാലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിയെയും പിടിച്ചു കെട്ടാൻ അവർക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് നമ്മൾ പൂൾ 2ലേക്ക് പോവുകയാണെങ്കിൽ PSG വേഴ്സസ് ഇന്റർ മിയാമി. PSG അത് നമ്മൾ വെറുതെ കണ്ണും പൂട്ടി പറയും PSG ക്വാളിഫൈ ചെയ്യും. പിന്നെ ഫ്ലമിംഗോ വേഴ്സസ് ബയൺ മ്യൂണിച്ച്. അപ്പോൾ ഇത് എനിക്ക് മുമ്പേ ഇന്റർ മിലാനുമായിട്ടുള്ള ആ ഒരു കമ്പാരിസൺ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബയൺ ആസ് എ ബിഗസ്റ്റ് ടീം ശരിയാണ്. പക്ഷേ ബ്രസീലിയൻ ക്ലബ്ബുകളുടെ റോൾ നമ്മൾ മറക്കരുത്. ഇതിപ്പോ ഞാൻ യൂറോപ്യൻ ടീമുകളെ മുഴുവൻ പുറത്താക്കുകയാണല്ലോ, എന്നാലും കുഴപ്പമില്ല. ഫ്ലെമിംഗോ തന്നെ വിജയിക്കാനാണ് സാധ്യത. ഫ്ലെമിംഗോയെ നമ്മൾ അവിടെ എടുക്കുന്നു. പിന്നെ അതിനകത്ത് പറയേണ്ട ഒരു കാര്യം, ഫ്ലെമിംഗോ ടേബിൾ ടോപ്പേഴ്സ് ആണ്. ബയൺ ആണെങ്കിൽ ടേബിളിൽ 2ാമതാണ്. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ. എന്നാൽ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബറൂസിയ ഡോർട്ട്മണ്ട് വേഴ്സസ് മോണ്ടറി. അതിൽ ബറൂസിയ ഡോർട്ട്മണ്ട് വിജയിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്തത് റയൽ മാഡ്രിഡ് വേഴ്സസ് യുവന്റസ് ആണ്. അതിൽ യുവന്റസ് കഴിഞ്ഞ മത്സരം
മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് 5-2 എന്ന സ്കോറിൽ ഒന്ന് പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ ആത്മവിശ്വാസത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അറിയില്ല. എന്നാലും ഇപ്പോഴത്തെ കളിക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡാണ്. അപ്പോൾ റയൽ മാഡ്രിഡിന് ഇങ്ങനെയുള്ള ടൂർണമെന്റുകളൊക്കെ പുത്തരി അല്ലാത്തത് കൊണ്ട് തീർച്ചയായും റയൽ മാഡ്രിഡ് തന്നെ വിജയിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ നെറ്റ്മാർക്ക് സ്പോർട്സിന്റെ റൗണ്ട് ഓഫ് 8 പ്രഡിക്ഷൻ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത എത്ര കാര്യങ്ങൾ ശരിയാകുമെന്ന് നമുക്ക് നോക്കാം. ചിലപ്പം എല്ലാം പാളിയേക്കാം. പക്ഷെ എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി ചേർത്തിട്ടാണ്, മൊത്തം ഫാക്ട് അല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. താങ്ക് യു.